ചുരുങ്ങിയ കാലം കൊണ്ട് വിനോദസഞ്ചാരികളുടെ ഇഷ്ടഭക്ഷണശാലയായി മാറിയ ഇടുക്കി പഴയ മൂന്നാർ KSRTC സ്റ്റാൻഡിലെ പിങ്ക് കഫേ പൂട്ടി. അമിത വാടകയും വെള്ളത്തിൻ്റെ ക്ഷാമവും മൂലമാണ് കഫേയുടെ പ്രവർത്തനം കുടുംബശ്രീ പ്രവർത്തകർ അവസാനിപ്പിച്ചത്. കഫേയുടെ പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ച് നവകേരള സദസ്സിൽ അപേക്ഷ നൽകിയിട്ടും നടപടി ഉണ്ടായില്ലെന്ന് കുടുംബശ്രീ പ്രവർത്തകർ. ദേവികുളം ബ്ലോക്കിന് കീഴിൽ പ്രവർത്തിക്കുന്ന കുടുംബശ്രീ യൂണിറ്റിലെ അംഗങ്ങൾ ചേർന്നായിരുന്നു ഡിപ്പോയിലെ കഫേ നടത്തിയിരുന്നത്. പ്രവർത്തനരഹിതമായിരുന്ന ബസ്, കഫേ, റെസ്റ്റോറൻറ്റ് മാതൃകയിൽ നവീകരിച്ചായിരുന്നു പ്രവർത്തനം. വീടുകളിൽ വെച്ച് തയ്യാറാക്കുന്ന ആഹാരത്തോടൊപ്പം മറ്റ് ആഹാര സാധനങ്ങൾ ഇവിടെ തന്നെ സഞ്ചാരികൾക്ക് ചൂടോടെ ഉണ്ടാക്കി നൽകുമായിരുന്നു. എന്നാൽ മാസവാടക വർദ്ധിപ്പിച്ചതോടെ കുടിവെള്ളത്തിൻ്റെ ക്ഷാമവും നടത്തിപ്പുകാരെ പ്രതിസന്ധിയിലാക്കി. ഇതോടെ കഫേക്ക് പൂട്ടുവീഴുകയായിരുന്നു. പിങ്ക് കഫേ തുടങ്ങിയിട്ട് 2 കൊല്ലമായി. ഈ 2 കൊല്ലത്തിൽ ഞങ്ങൾക്ക് കൃത്യമായി നടത്തുവാൻ സാധിച്ചില്ല. കാരണം വെള്ളത്തിന്റെ ഒരു വലിയ പ്രശ്നം അവിടെ ഞങ്ങൾക്ക് പ്രതിസന്ധിയായി മുമ്പിൽ നിൽക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഞങ്ങൾക്ക് അത് നടത്താൻ പറ്റുന്നില്ല. കൂടാതെ പിങ്ക് കഫേയിൽ നമുക്ക് വാടക കൂട്ടിയത് കൊണ്ട് അത് ഞങ്ങൾക്ക് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം അതിനകത്ത് നമുക്ക് ഒരു ബസ്സിനകത്ത് 2 പാർട്ടാണുള്ളത്. ഒന്ന് കിച്ചനും ഒന്ന് ഇരുന്ന് കഴിക്കാനുള്ള സാധനം. പക്ഷെ ആ ഇരുന്ന് കഴിക്കുന്നതിന് ഒരു 10-12 പേർക്ക് മാത്രമേ ഒരു സമയം ഇരിക്കാൻ പറ്റത്തുള്ളൂ. അപ്പൊ അത് കാരണം ഞങ്ങൾക്ക് അവിടെ പ്രോപ്പർ വരുമാനം കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വാടക അടച്ചു പോകാനുള്ള ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഒരു 3 പേരാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ 3 പേർക്കുള്ള സാലറി എടുക്കണം, റെന്റും അടയ്ക്കണം, പിന്നെ വെള്ളത്തിന്റെ കാര്യം ഇങ്ങനെ പല ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. നിലവിൽ ഇതായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും കണ്ടായിരുന്നോ? ഞങ്ങളിത് നേരത്തെ നമ്മുടെ KSRTC ഡിപ്പോയിൽ അറിയിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് യാതൊരു നടപടിയും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ട് ട്രാൻസ്പോർട്ട് മന്ത്രിനെ ചെന്ന് കണ്ടു. എന്നിട്ട് KSRTCയിലെ MD-നും കണ്ട് ട്രിവാൻഡ്രത്ത് അവിടെയും കണ്ടായിരുന്നു. പിന്നെ നവകേരള സദസ്സിൽ റിക്വസ്റ്റ് കൊടുത്തിട്ട് തന്നെ 2 മാസത്തിനധികമായി. പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് യാതൊരു നടപടിയും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. നാടൻ ഭക്ഷണങ്ങൾ വിലക്കുറവിൽ ലഭിച്ചിരുന്ന കഫേ ചുരുങ്ങിയ കാലം കൊണ്ട് മൂന്നാറിൽ എത്തിയിരുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രമായി മാറിയിരുന്നു. ഡിപ്പോയിൽ പ്രവർത്തിച്ചിരുന്ന ക്യാൻറ്റീൻ നാളുകളായി അടഞ്ഞുകിടക്കുകയാണ്. ക്യാൻറ്റീൻ നടത്തിപ്പിനായി ലക്ഷങ്ങൾ മുടക്കിയിട്ടും തുക തിരികെ എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. பிங்க் கஃபேங்கிறது நம்மளோட குடும்பஸ்ரீ மூலமா நடத்தினது தான் ஒரு யூனிட். இது வந்து நம்மளோட மூணார் பஞ்சாயத்து மட்டும் இல்லாம தேவகுளம் பிளாக்ல உள்ள எல்லா MEC-மாரும் சேர்ந்து நடத்தினாங்க. அந்த யூனிட்ல நல்லா அதாவது டூரிஸ்ட் மேഖല ஆகும்போது நிறைய டூரிஸ்ட் வந்துட்டு இருந்தாங்க. அந்த டைம்ல நடத்தும்போது நல்ல லாபம் வந்துட்டு இருந்துச்சு. அப்போ நம்மளோட வாடகையும் குறைவாக தான் இருந்தது. ஆனால் திடீர்னு வாடகையும் கூட்டிட்டாங்க. அதே போல் தண்ணி பிரச்சனையும் நமக்கு இருக்கு. அங்கே தண்ணி பிரச்சனை என்னன்னு பார்த்தீங்கன்னா, அங்கே கம்பெனிலேருந்து நமக்கு தண்ணி கிடைக்கிறது இல்லை. KSRTCயில் தண்ணி இருந்தாலும் நம்ம பைப் கனெக்ஷன் எடுக்கிறப்போ அடிக்கடி பைப் கனெக்ஷனை யாராவது உடச்சி விட்டுறாங்க. இல்லை டேங்கும் வச்சிருந்தோம், அந்த டேங்கையும் இடையில உடச்சிடுறாங்க. அடிக்கடி இதை ரிப்பேர் பண்ணுறதுக்கே நமக்கு ரொம்ப செலவு ஆகுது. அப்போ அதையும் கண்ட்ரோல் பண்ண முடியல. வாடகையும் திடீர்னு கூட்டினதுனால நம்மளோட தண்ணி பிரச்சனைனால அந்த வருமானமும் குறையுது. அப்போ வாடகையும் அடைக்க முடியல. அதனால தான் இப்போ நம்ம அதை நிப்பாட்டி வச்சிருக்கோம். நம்ம டிரான்ஸ்போர்ட் மந்திரிக்கும் போய் நம்ம கொடுத்துருக்கோம். அதே போல നവകേരള സദസ്സിലും நம்ம இதுக்கான ரெக்வெஸ்ட் கொடுத்துருக்கோம். ഇതുവരെയ്ക്കും എന്ത് നടപടിയും എടുക്കല. പിങ്ക് കഫേ കൂടി പൂട്ടിയതോടെ ഡിപ്പോയിലെ ജീവനക്കാർക്കും സ്ലീപ്പർ കോച്ചുകളിൽ താമസിക്കുന്ന സഞ്ചാരികൾക്കും ഭക്ഷണം തേടി മറ്റിടങ്ങളിൽ പോകേണ്ട ഗതിയാണ്. കഫേ തുറന്ന് പ്രവർത്തിപ്പിക്കാനുള്ള ഇടപെടൽ ഉണ്ടാകണമെന്നാണ് വനിതകളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക് യു ടോക്ക്.